അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, നാദാ ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബ്ഹു. ഓ ജിബ്രീലെ, ഞാൻ ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫഅഹ്ബിബ്ഹു, നീയും ഇഷ്ടപ്പെടണം ജിബ്രീലെ എന്ന് അള്ളാഹു തആല പറയും. എന്നിട്ട് ഫയുഹിബ്ബുഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹു തആല ഇഷ്ടപ്പെടാൻ പറഞ്ഞതാണ്. അത് കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇഷ്ടപ്പെടും. അങ്ങനെ ഫയുനാദി ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കും, ഫി അഹ്ലിസ്സമായി, ആകാശത്തുള്ളവരെ മുഴുവൻ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലെ വാസികളോട് പറയും. ആ ആകാശത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളോട് പറയും. അങ്ങനെ അവരും ഇഷ്ടപ്പെടും. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശത്തുള്ളവരും ഇഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു, ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഷ്ടപ്പെട്ടു, ശേഷം ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ എന്ത് സംഭവിക്കും? സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, പിന്നെ ഭൂമിയിലും അയാൾക്ക് സ്വീകാര്യത നൽകപ്പെടും എന്ന്. അപ്പോൾ അള്ളാഹുവും മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇഷ്ടപ്പെടുന്നു, പിന്നെ സർവ മലക്കുകളും ഇഷ്ടപ്പെടുന്നു, പിന്നെ ഭൂമിയിൽ, അദ്ദേഹം ജീവിക്കുന്ന ഭൂമിയിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആള് ജീവിക്കുന്ന ആ ഭൂമിയിൽ ഉള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അഥവാ അദ്ദേഹത്തിന് വലിയ സ്ഥാനം ഉണ്ടാവും. ആണാവട്ടെ പെണ്ണാവട്ടെ വലിയ കബൂലിയത്ത് അഥവാ വലിയ സ്നേഹം ജനങ്ങൾക്കൊക്കെ അയാളോടുണ്ടാവും, അവളോടുണ്ടാവും എന്ന്. അള്ളാഹു ഇഷ്ടപ്പെട്ട, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഷ്ടപ്പെട്ട, മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെട്ട ഭൂമിയിലുള്ള ആൾ, അവരോട് എല്ലാവർക്കും ബഹുമാനായിരിക്കും, ഭൂമിയിലുള്ള എല്ലാവർക്കും സ്നേഹമായിരിക്കും, എല്ലാവർക്കും വലിയ സ്ഥാനം ആയിരിക്കും അയാളെ അവളെ. അപ്പോൾ അതാരെ പറ്റിയാണ് പറയുന്നത്? അമ്പിയാക്കൾ, ഔലിയാക്കൾ, നല്ല സ്വാലിഹീങ്ങൾ, നല്ല ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടലോടുകൂടി, അള്ളാഹു ഇഷ്ടപ്പെടലോടുകൂടി തന്നെ മലക്കുകളിലേക്ക് വന്ന് ഇങ്ങനെ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, വലിയ സ്ഥാനം ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ ഭൂമിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യൻ എങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടായി? അള്ളാഹു ഇഷ്ടപ്പെട്ടു. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചതുകൊണ്ടുമാണ് അള്ളാഹു തആല അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഭൂമിയിൽ തന്നെ വലിയ സ്വീകാര്യത അവർക്ക് ലഭിച്ചു. അതാണല്ലോ ഔലിയാക്കളൊക്കെ, വലിയ സ്ഥാനമാണ് അവർക്ക് ഭൂമിയിൽ ജനങ്ങൾ നൽകുന്നത്. മരണപ്പെട്ട ശേഷവും അവർക്ക് വലിയ സ്ഥാനം, ജീവിക്കുന്ന കാലത്തുണ്ട്, മരണശേഷവും അവർക്ക് വലിയ സ്ഥാനം ലഭിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
അപ്പോൾ അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ട് കിട്ടുക എന്നുള്ളത് അതൊരു വലിയ വിഷയം തന്നെയാണ്. അതിന് നമ്മൾ പ്രവർത്തിക്കണം, അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കണം. അപ്പോൾ നമുക്ക് അത് സന്തോഷകരമായിരിക്കും. നമ്മൾ വിജയിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.